ഈശ്വര, ആ നട ഒന്ന് തുറന്നിരുന്നെങ്കിൽ. ബഹളം വെക്കല് ചേച്ചി, ഇപ്പൊ തുറക്കും. ആ നട തുറന്നോ? എന്നാ വാ പോക. ഏതാ കേസെന്നോ? പഴയ കേസ് തന്നെ. വേഗം വാ രാഹുലേട്ടാ. ഒന്ന് മാറി നിക്കൂ. സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയല്ലേ ഞാന്. ഒരു സല്യൂട്ടൊക്കെ ആവാ കേട്ടോ. അവനൊക്കെ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒന്ന് സല്യൂട്ട് ചെയ്തിട്ടായിരിക്കും അകത്തേക്ക് കടത്തി വിടുക. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. നീയാണ് എന്റെ എല്ലാം. ഇരയെ വളയ്ക്കുന്നു, ചൂഷണം ചെയ്യുന്നു, ഒഴിവാക്കുന്നു. ദ റിയൽ ലൈഫ് കളങ്കാവൽ ക്രിമിനൽ. എന്ന് കരയാനല്ലാതെ ഒരു FIR എടുപ്പിക്കാൻ നിങ്ങളുടെ ആഭ്യന്തര വാഴയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്റെ രാഹുലേട്ടാ, അതൊന്നും ഇപ്പൊ പറയല്ലേ. അതൊക്കെ പണ്ട് 8 അടി നീളമുള്ള നാവായിരുന്നു. ഇപ്പൊ ആ നാവ് കാണാൻ കൂടെയില്ല. ഏതെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകൻ ഞാൻ കാരണം തലകുനിച്ച് ന്യായീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, രാഹുലേട്ടനു തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, പക്ഷെ ജയിലിലിടമുണ്ട്. നിങ്ങൾക്ക് ഗുരു കൊണ്ട് പോകൂടാ. എന്നാലും കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രിക്ക് ഈ ഒരു ഗതി വന്നല്ലോ. പക്ഷെ സാരല്ലേ രാഹുലേട്ടായി, കൂട്ടിനായിട്ട് ദേവദൂതനില്ലേ അവിടെ. ദൈവതുല്യരായിട്ടുള്ള ചില ആളുകള് ഉണ്ടെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറഞ്ഞത്. അപ്പൊ പുരിയില്ല, ഇപ്പൊ പുരിയത് ആരാണ് ദൈവതുല്യരായ ആളുകൾ എന്നൊക്കെ കേരള സമൂഹം തിരിച്ചറിഞ്ഞു. എന്തായാലും ദേവതുല്യൻ ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പൊ തട്ടിപ്പാണല്ലേ. ശബരിമലയിൽ തങ്കം കട്ടുപോയി. സ്വർണം തന്നെ. അതെ, തോന്നാനൊന്നല്ല, സ്വർണം തന്നെയാണ്. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. ഒരു കാലത്ത് ഹീറോ ആയിരുന്ന ആൾക്കാരെല്ലാവരും ഇപ്പൊ സീറോ ആയി. കാലം പോണ പോക്കല്ലേ. പണ്ട് വടക്കം പാട്ടില് പറഞ്ഞ പോലെ അതേനും ചാടാത്ത മതിലില്ല എന്ന് പറഞ്ഞ പോലെ അവിടെയൊക്കെ ചാടിയാ ഞങ്ങൾക്ക് എന്താ ഉത്തരവാദിത്വം? ഇത് സ്വാഭാവികമായി ആദ്യമായിട്ടാണ് ഇത്തരം ഒരു ഗുരുതരം ആരോപണം. വെറുമല്ല, തുടർച്ചയായ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കണ്ടന രാജീവർക്കും കെയറിംഗ് ആയിട്ടായിരിക്കും ജയിൽ തറ തന്നെ ശരണം. അവരായി അവരുടെ പാടായി. നമുക്കും പോവാല്ലേ. എന്നാ ശരി, ബൈ.